തട്ടിപ്പിന്റെ പുതുവഴികൾ പത്തനംതിട്ടയിൽ നിന്ന്. നഷ്ടമായത് 5000 രൂപ. പത്തനംതിട്ട കോന്നിയിലെ ഗാർഡൻ സ്ഥാപനത്തിൽ കട ഉടമയുടെ പരിചയക്കാരനിൽ നിന്ന് അടിച്ച് പണം തട്ടി. ഉടമ പണം നൽകാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കടയിലെ ജീവനക്കാരിൽ നിന്ന് 5000 രൂപയാണ് ഇയാൾ തട്ടിയെടുത്തത്. ഉടമയെ ഫോണിൽ വിളിക്കുന്നതായി ഇയാൾ അഭിനയിച്ചു. എന്നിട്ടായിരുന്നു ഈ തട്ടിപ്പ്. പണം നൽകിയ ശേഷം ജീവനക്കാരി ഉടമയെ നേരിട്ട് വിളിച്ചപ്പോഴാണ് ഇത് തട്ടിപ്പാണ് എന്ന് തിരിച്ചറിഞ്ഞത്. ഉടമ രാമചന്ദ്രൻ കോന്നി പോലീസിൽ ഒരു പരാതി നൽകിയിട്ടുണ്ട്. തട്ടിപ്പിന്റെ CCTV ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. അതൊന്ന് കാണാം. ഒരാൾ കയറി വന്ന് ഓണർ കുറച്ച് പൈസ തരാനുണ്ട്, ഞാൻ വിളിക്കാമെന്നും പറഞ്ഞ് എൻ്റെ മുന്നേ വെച്ച് തന്നെ വിളിച്ചുകൊണ്ട് 4800 ഉണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ചോദിച്ചും വെച്ച് ഈ പൈസയും വാങ്ങിച്ചുകൊണ്ട് പോകുമായിരുന്നു. എനിക്ക് തിരിച്ച് വിളിക്കാനുള്ള അവസരം പോലും പറ്റാത്ത രീതിയിൽ പൈസ വാങ്ങിച്ചുകൊണ്ട് പോയി. 7000 രൂപ തരാനുണ്ട്, അപ്പം ഇവിടെ ഉണ്ടെങ്കിൽ വാങ്ങിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വൈകിട്ട് വന്നോളാം, എന്നിട്ട് ഈ പൈസ വാങ്ങിച്ചിട്ട് ബാക്കി വൈകിട്ട് വന്ന് വാങ്ങിച്ചോളാം എന്നാണ് പറഞ്ഞത്. പ്രവീൺ പുരുഷോത്തമനുണ്ട് നമുക്കൊപ്പം. പ്രവീൺ, ഒടുക്കത്തെ അഭിനയം, ഇത് എന്തൊരു അഭിനയമാണെന്ന് തോന്നുന്ന തരത്തിൽ മെതേഡ് ആക്ടറാണ് അയാൾ. വിശ്വസിപ്പിക്കുന്ന തരത്തിൽ ഒരു മാന്യൻ്റെ ലുക്കൊക്കെയാണ്. പക്ഷേ തട്ടിപ്പിനാണ് വന്നതെന്ന് ആ പാവം ജീവനക്കാരി തിരിച്ചറിഞ്ഞില്ല. പക്ഷേ വിശ്വസിപ്പിച്ചു, പൈസ തട്ടിയെടുത്തുകൊണ്ട് പോയി. പിന്നീടാണ് അബദ്ധം മനസ്സിലായത്. CCTV ദൃശ്യങ്ങൾ അയാളുടെ മുഖമൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ആളെക്കുറിച്ച് എന്തെങ്കിലും സൂചനകൾ ലഭിച്ചോ? ഷിഹാസ്, ഈ തട്ടിപ്പുകാരൻ ആമ്പൽ വേണമെന്ന് പറഞ്ഞാണ് പത്തനംതിട്ട കോന്നിയിലെ ഗാർഡൻസിലേക്ക് കയറി ചെന്നത്. ആമ്പൽ ഇല്ല എന്ന് ജീവനക്കാരെ അറിയിച്ചപ്പോൾ ഇയാൾ പുറത്തേക്ക് പോയി. 10 മിനിറ്റ് കഴിഞ്ഞ് ഇയാൾ വീണ്ടും ഗാർഡൻസിലേക്ക് എത്തി. ഗാർഡൻസ് ഉടമ 7000 രൂപ തനിക്ക് തരാനുണ്ടെന്ന് ഇയാൾ ജീവനക്കാരിയോട് പറഞ്ഞു. ജീവനക്കാരിയുടെ മുന്നിൽ വെച്ച് തന്നെ ഇയാൾ ഗാർഡൻസ് ഉടമയെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നതായി അഭിനയിച്ചു. പണം ജീവനക്കാരിൽ നിന്ന് വാങ്ങിക്കോളാൻ ഗാർഡൻസ് ഉടമ പറഞ്ഞതായി ഇയാൾ ജീവനക്കാരിയോട് പറഞ്ഞു. ഇയാളുടെ വാക്ക് വിശ്വസിച്ച് ജീവനക്കാരി മേശവലിപ്പിൽ നിന്നും 5000 രൂപ എടുത്ത് തട്ടിപ്പുകാരന് നൽകി. ബാക്കി തുക പിന്നീട് വാങ്ങാം എന്ന് പറഞ്ഞ് തട്ടിപ്പുകാരൻ സ്ഥലം വിട്ടു. ആരെയും വിശ്വസിപ്പിക്കുന്ന രീതിയിലാണ് പ്രതിയുടെ സംസാരമെന്നും മുതലാളിയോടാണ് ഇയാൾ സംസാരിക്കുന്നതെന്ന് വിശ്വസിച്ചു പോയതായും ജീവനക്കാരി പറഞ്ഞു. ഒരു ഘട്ടത്തിൽ പോലും ഇയാൾ തട്ടിപ്പുകാരനാണെന്ന് തോന്നിയില്ല, അതുകൊണ്ടാണ് പണം ചോദിച്ചപ്പോൾ നൽകിയതെന്നും ജീവനക്കാരി പറഞ്ഞു. പണം കൊടുക്കണോ എന്നറിയാൻ ഗാർഡൻസ് ഉടമയെ ഫോണിൽ വിളിച്ച് ചോദിക്കാനും തോന്നിയില്ല. ഇയാൾ പോയി കഴിഞ്ഞ ശേഷമാണ് തട്ടിപ്പുകാരനാണെന്ന് മനസ്സിലായത്. ഉടൻ ഗാർഡൻസ് ഉടമയെ വിളിച്ച് വിവരം പറഞ്ഞതായും ജീവനക്കാരി പറഞ്ഞു. CCTV ദൃശ്യങ്ങൾ സഹിതം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്ന് ഗാർഡൻസ് ഉടമ അറിയിച്ചു. വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഈ തട്ടിപ്പുകാരൻ ഭീഷണിയാണെന്നും CCTV കണ്ട് തട്ടിപ്പിനിരയായ പലരും തന്നെ ഫോണിൽ വിളിച്ചതായും ഗാർഡൻസ് ഉടമ വ്യക്തമാക്കി. CCTV ദൃശ്യത്തിൽ കണ്ട അതേ ആൾ തന്നെയാണ് മറ്റ് സ്ഥലങ്ങളിലും തട്ടിപ്പ് നടത്തിയതെന്ന് വ്യക്തമായിട്ടുണ്ട്. വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്നവർ ജീവനക്കാരെ ഇയാളുടെ ചിത്രങ്ങൾ കാണിച്ച് തട്ടിപ്പുകാരനാണ് ഇയാളെന്ന് ബോധ്യപ്പെടുത്തണമെന്ന ഒരു അഭ്യർത്ഥന കൂടി ഗാർഡൻസ് ഉടമ ഗുരുനിശ്ചിതൻ എന്ന ചെറുപ്പക്കാരനുണ്ട്. അതാണ് പ്രവീൺ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇയാൾ ഇത് ആദ്യമായിട്ടല്ല ഒരു കടയിൽ ഈ സമാനമായ തട്ടിപ്പിന്റെ ഒരു രീതി പയറ്റുന്നത്, വിജയിക്കുന്ന. ഇയാൾ ഒരുപാട് കടകളിൽ ഇത്തരം തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട്. 5000 1000 ഒക്കെ ആകും ഒരു കടയിൽ നിന്ന് വാങ്ങിക്കുക. പക്ഷേ എല്ലാം കൂടി ചേർക്കുമ്പോൾ ലക്ഷങ്ങളുടെ തട്ടിപ്പൊക്കെ നടത്തുന്ന ഒരു വിരുദ്ധനാണ്. അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള പല വഴികളിൽ, പല രൂപത്തിൽ, പല ഭാവത്തിൽ ഒക്കെ വരുന്ന തട്ടിപ്പുകാരുണ്ട്. കരുതിയിരിക്കും.